അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ താണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ടോൾ പ്ലാസ അവിടെ നിന്നിട്ട് പോലെ 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 ഇങ്ങോ കൂടെ അപ്പോൾ ടോൾ പ്ലാസയിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവരവിടെ ഇരിക്കുന്നു. അവർ ചിരിക്കാത്ത നമുക്കറിയാം അവർ പാവമുള്ള ജീവനക്കാരെന്നറിയാം. പക്ഷേ മൊത്തത്തിലൊരു ധാർഷ്ട്യത്തിന് സ്വഭാവമാണ് ജീവനക്കാർക്കും. അവർ വിരട്ടുന്ന പോലെ മോവായിട്ടിരിക്കും. നമ്മൾ പൈസ കൊടുക്കും. ഫാസ്റ്റാഗ് കൊണ്ട് 90 രൂപയിൽ 180 രൂപ വൺ സൈഡ് 180 രൂപ. എനിക്ക് ഫാസ്റ്റാഗ് ഇല്ല, 150 രൂപ വൺ സൈഡ് കൊടുക്കണ്ടേ? ദേഷ്യം വരത്തില്ലയോ? അങ്ങനെ ഒരു ദൃശ്യം ഒന്ന് കാണാം. അത് വർഗീസ് ജോസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. വർഗീസ് ജോസ് ചേട്ടൻ്റെ ഫാദറിൻലോ മരണത്തിന് ശേഷം പോയതാണ്. മരണാന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ട് ആർക്കും ദേഷ്യം വരും. അതിന് കാരണം ഈ ബ്ലോക്കിൽപ്പെട്ട് പോയതാണ്. ചേട്ടൻ അവിടെ ഇറങ്ങി നൈസായിട്ട് എന്താണ് അവിടെ ഈ പറഞ്ഞ അതിൻ്റെ നമ്മുടെ എന്താണ് ഇരിക്കില്ലേ ബൂംബാർ അങ്ങനെ ഇരിക്കുന്ന ആ കൈ പിടിച്ചൊടിക്കുകയൊക്കെ ചെയ്തു. അവിടെ നല്ല രസമായിരുന്നു കാണാൻ. വിഷ്ണു നല്ല രസമായിരുന്നു. അപ്പോൾ ചേട്ടാ നമ്മുടെ വർഗീസ് ചേട്ടൻ ചെയ്യുന്നുണ്ട്. ശ്രീ വർഗീസ് ജോസ്, താങ്കൾ എന്ന് പറഞ്ഞാൽ അതുവഴി പോകുന്നവർക്ക് ആർക്കും ചെയ്യാവുന്ന സാധനമാണ്. വയലൻസ് ഒരു പരിഹാരമേ അല്ല. എന്താണ് വയലൻസ് ആലോചിക്ക് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അത് കണ്ടപ്പോൾ ചേട്ടൻ ഒരു കൈ തരാൻ തോന്നി. എന്തായിരുന്നു സംഭവിച്ചതെന്ന് ശ്രീ വർഗീസ് ജോസ്? ജൂലൈ മാസമായിരുന്നു ഈ സംഭവത്തിനുള്ള നിദാനമായ ആ ദിവസം. അന്ന് എന്റെ കസിന്റെ ഫോണറിൽ ഞാൻ പോവുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് 3.5 മണിക്കൂർ മുൻപേ ഞാൻ ഇറങ്ങി. പേരാമ്പ്രയാണ് എനിക്ക് എത്തേണ്ടതായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവ ടോൾ പാസിൽ ടോൾ കൊടുത്തു. അവിടേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല. അത് മാത്രമല്ല, മരണ ചടങ്ങ് കഴിയുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ എന്നിനുള്ളിലുള്ള എൻ്റെ ഒരു ആത്മരോഷം പെട്ടെന്ന് ഒഴുകിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അവിടെ പ്രതികരിക്കാനായിട്ട് തോന്നിയത്. എന്തുകൊണ്ടോ അവരെന്നെ സമന്വയിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് ടോൾ ഞാൻ എന്തിനു കൊടുക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ടോൾ കൊടുക്കുന്നത്? ടോൾ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അറിവ് പ്രകാരം ടോൾ കൊടുത്തു പോകുന്ന ഒരു പാതയിലും നമ്മള് സിഗ്നൽ പോലും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ സിഗ്നൽ എന്നുള്ളതല്ല, നമ്മളെന്തൊരു മരണക്കണിയിൽ പെട്ട പോലെയാണ് തോന്നുന്നത്. ബാക്കിൽ 100 വണ്ടി, മുൻപിൽ 100 വണ്ടി. ഒരു സ്ഥലത്തേക്ക് അല്ല ചേട്ടാ, എന്താണ് വയലൻസ് ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മനുഷ്യന്മാരാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വലിയ പടം കുഴിയിലൊക്കെ ചാടി അങ്ങോട്ട് പോയി ആ തിരക്കിൽ പോയി പെട്ട് അവരുടെ 190 രൂപ ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരുമെന്നറിയോ? അതെ, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് നമുക്ക് തോന്നും. അതായത് ഞാനും കുറച്ച് തിരക്കുള്ള ഒരാളാണ്. NTC ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പക്ഷേ അത് ഞാനൊരു സാധാരണക്കാരനായാലും എത്ര ജീവനാണ് അവിടെ പൊലിയുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് മാത്രമല്ല, സാധാരണ വണ്ടികളിലും ജീവൻ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്യാവശ്യ ഇതില് പോകുന്നുണ്ട് ആളുകൾ. അവരും ഈ 3 മണിക്കൂർ 4 മണിക്കൂർ താണ്ടിയിട്ടാണ് എറണാകുളം എത്തുന്നത്. വളരെ ഏത് ഗവൺമെന്റ് ആയാലും ജനങ്ങളുടെ വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ചേട്ടൻ ആ ഒരു ഇമോഷണൽ ഇടപെട്ടതാണ്. ആ ഇമോഷണൽ ഇടപെട്ടത് പലരും അങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആരില്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുന്നത്, പലരും അങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇടപെടുന്നത് തെറ്റാണ്. ഇപ്പോൾ ചേട്ടൻ വലിയ വ്യവസായമൊക്കെയാണ്. പക്ഷേ വ്യവസായമൊക്കെ ആണെങ്കിലും വലിയ ഇവിടുത്തെ ഒരു പ്രധാന മുതലാളിയൊക്കെ കേട്ടോ ചേട്ടൻ. ഒക്കെ ആണെങ്കിലും ഒരു സാധാരണക്കാരെ പോലെ പെരുമാറി. അത് പോട്ടെ, അതങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ നമ്മൾ വൈകാരിക പെരുമാറിപ്പോവും.